ഹലോസ്, കശ്മീരിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങളിപ്പോൾ ഗുൽമർഗിലാണ്. രാവിലെ തണുപ്പായതുകൊണ്ട് എണീക്കാൻ നല്ല മടി. നല്ല കഷ്ടപ്പെട്ട് എണീറ്റു. ഞങ്ങളുടെ റൂമിലെ വിൻഡോയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണിത്. പുറത്തേക്ക് നോക്കി നിൽക്കാൻ തന്നെ തോന്നും, അത്ര രസമാണ് കാണാൻ. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഗുൽമർഗിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പെൽഗമിലേക്ക് പോകാനാണ് ഇനി പ്ലാൻ. ട്രാവൽ ചെയ്യുന്ന റൂട്ട് മലകളും സ്നോയും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കണ്ടിരിക്കാൻ തോന്നും. കശ്മീർ ആപ്പിളിന് ഫേമസ് ആണല്ലോ, അപ്പോൾ ഒരു ഫ്രഷ് ജ്യൂസ് കുടിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര. ഞങ്ങൾ വന്ന സമയം ആപ്പിൾ സീസൺ അല്ല, പക്ഷേ ഇവർക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ഇവരുടെ തന്നെ തോട്ടത്തിൽ ഉണ്ടാകുന്ന ആപ്പിളാണ്. അടുത്ത് തന്നെ ആപ്പിൾ തോട്ടങ്ങളും കാണാം. ഹായ്, നമ്മളിപ്പോൾ പെൽഗമിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്. നല്ല ഫ്രഷ് ടേസ്റ്റിയാണ്. ആപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കവേ ഇവിടുത്തെ 3 കശ്മീരി കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് ഒരു പ്രാവുമായി വന്നു. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് വരാൻ കാത്തിരിക്കുകയാണ് ഇവർ. കാരണം പ്രാവിനെ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്താൽ ഇവർക്ക് ലാഭം ഉണ്ടാകുമല്ലോ, അത് തന്നെ കാരണം. അങ്ങനെ ഞാൻ ഇവർക്കൊപ്പം ഒരു ഫോട്ടോയും എടുത്തു. ഇടയ്ക്ക് വണ്ടി ഡ്രൈവർ ഞങ്ങളെ ഒരു വാലിയിൽ ഇറക്കി. കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടി തിരിച്ചു. ഇനി ഹോഴ്സ് റൈഡിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ പെഹൽഗമിൽ ഞങ്ങൾ എത്തി. ഇവിടെയൊക്കെ റേറ്റ് അധികമായിട്ടായിരിക്കും ഇവർ ചാർജ് ചെയ്യുക. പക്ഷെ നമ്മൾ നന്നായിട്ട് വിലപേശണം. മലയുടെ മുകളിൽ നമ്മൾ കുതിരപ്പുറത്ത് കയറിയാണ് യാത്ര. പോകുന്ന വഴിയൊക്കെ വ്യൂ ഒരു രക്ഷയുമില്ല. ഒരു തവണ കശ്മീർ വന്നാൽ പിന്നെയും വരാൻ തോന്നും. അങ്ങനെയുള്ള സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. കുതിരകളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ കാണാം. ഇവിടെയാണ് കശ്മീരിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്നത്. അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്കിറങ്ങി. പിന്നെ പെഹൽഗമിലെ റൂമിലേക്ക് മടങ്ങി.